പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. പക്ഷേ എത്രയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ തേടി വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് അപകടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഒരു സാക്ഷി, ദൃക്സാക്ഷി, ഐ വിറ്റ്നസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒന്നാണ് ഡാഷ് ക്യാം. ഏതൊരു വാഹനത്തിലായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഫ്രണ്ട് ക്യാമറ മാത്രമായിട്ടുള്ളതല്ല, ഡ്യുവൽ ഡാഷ് ക്യാമാണ് റെക്കമെൻഡ് ചെയ്യുക. ഒരുപാട് റിസർച്ചിനും റിവ്യൂസ് കാണുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ഡാഷ് ക്യാമിനെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. DD-PAI എന്നുള്ള ബ്രാൻഡിൻ്റെ മോള E3 എന്നാണ് ആ മോഡലിൻ്റെ പേര്. ബോക്സ് തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു കാറ്റലോഗും പ്രോഡക്റ്റും കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ലൊരു പാക്കേജിങ് തന്നെയാണ്. ഒബ്ജക്റ്റ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രിക്കോഷൻസും അവരെടുത്തിട്ടുണ്ട്. ദെൻ സ്ക്രാച്ചസ് ഒന്നും വരാതിരിക്കാനായിട്ടൊരു ഷീറ്റ് ആ ഗ്ലാസിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഇരിക്കുന്നത്. ഈ ബോക്സിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വയേഴ്സും അതേപോലെ തന്നെ അത് ടക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ വടി, കണക്ഷൻ കേബിൾസ്, റിയർ വ്യൂ ക്യാമറ, ഒരു അഡാപ്റ്റർ, ഇത്ര ഐറ്റംസാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓട്ടോ ഫോക്കസ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ഭാഗത്തായിട്ടാണ് വരുന്നത്. കോൺടാക്ട് നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചുവടെ ചേർക്കുന്നതാണ്. വളരെ നല്ല രീതിയിൽ തന്നെ സമയമെടുത്ത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. റിയർ വ്യൂ ക്യാമറ ഓണാവുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ട് ടെയിൽ ലൈറ്റിലേക്കാണ് അതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വയറിങ്സ് കട്ട് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പ്ലഗ് ആൻഡ് പ്ലേ ലെവലാണ്. ആയതുകൊണ്ട് തന്നെ വാറണ്ടിയിൽ വോയിഡ് ആവത്തില്ല. ഞാൻ സർവീസ് സെൻറ്ററിലും അതേപോലെ തന്നെ അതിൻ്റെ ടെക്നീഷ്യന്മാരുടെ അടുത്തും ചോദിച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ വൺസ് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഓൺ തന്നെയാണ്. അതിൽ റിയർ വ്യൂ നമുക്ക് ഫുൾ ടൈം കാർ റണ്ണിങ്ങിൽ കാണാനായിട്ട് സാധിക്കും. ബാക്കിലെ വിൻഡോയോട് ചേർത്തിട്ടാണ് ഞാൻ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ. പിന്നെ കാറിൻ്റെ കീ വൺസ് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു വ്യൂയിങ് ആംഗിൾ ഇതിൽ കിട്ടുന്നുണ്ട്. നമുക്ക് റണ്ണിങ്ങിൽ തന്നെയോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ മോഡിലോ ആയിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ എന്താണ് കാണുന്നതെന്നുള്ളതും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഫ്രണ്ടിൻ്റെയും അതേപോലെ തന്നെ ബാക്ക് ക്യാമറയുടെയും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നൈറ്റിൽ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി തന്നെയാണ് റിയർ ക്യാമറ തരുന്നത്. പക്ഷേ മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിസിബിലിറ്റിനെ ബാധിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ലെൻസിൻ്റെ മുകളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇതിപ്പോൾ ലെൻസിൻ്റെ മുകളിൽ കയറുന്നില്ലെങ്കിലും ഗ്ലാസ്സും ഉണ്ടല്ലോ. ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് തരുന്നത്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡേറ്റ് ടൈമൊക്കെ ടൈം സ്റ്റാമ്പ് ആയിട്ട് വരും. അത് വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്തിടാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. റിയർ വ്യൂവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഫൂട്ടേജിനെ ഒന്ന് അപ്സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ കളർ കറക്ഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഫൂട്ടേജസ്. ഇങ്ങനെയാണ് ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറ ഒരേ ടൈം റെക്കോർഡ് ആകുമ്പോൾ കിട്ടുന്ന നമുക്കുള്ള ഔട്ട്പുട്ട്. ലാഗിങ്ങോ ഹീറ്റായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും ഇല്ല. 1 വർഷമായി ഞാനിത് യൂസ് ചെയ്യുന്നു. സോ ഹൈലി റെക്കമെൻഡഡ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ആമസോണിൽ നിന്നാണ് അത് മേടിച്ചത്. 9,000 രൂപയാണ് എനിക്ക് വന്ന കോസ്റ്റ്. വാറണ്ടി 1 ഇയർ ആണ് വരുന്നത്. ഇന്ത്യയിൽ വാറണ്ടി അവൈലബിൾ ആണ്. സർവീസ് സെൻറ്റർ ഇല്ല, പക്ഷെ അവർക്കത് മെയിൽ അയച്ചാൽ മതിയായിരിക്കും.